നമ്മുടെ മുറ്റത്തെ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് അവന് പോകുന്നില്ല, അതായത് ഒരു പേടിയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പൈപ്പിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ചിങ്ങനെ വെള്ളം പോയ ഭാഗത്ത് ആളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി അവന് ദാഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു കപ്പിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഇതേപോലെ കൊടുത്ത സമയത്ത് അവൻ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മിണ്ടാപ്രാണികൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വെള്ളം മേടിച്ച് കുടിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുറച്ച് നേരമായി ഈ പരിസരത്ത് നിന്ന് കളിക്കുന്നു. അപ്പോൾ ഞാൻ എന്തിനാണ് ഏതിനാണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവൻ നമ്മുടെ പൈപ്പ് തുറന്ന ഭാഗത്ത് കുറച്ച് നനവുള്ള ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് എടുത്ത് കുടിക്കാനുള്ള വെള്ളം അവിടെ ഇല്ലേനും. അപ്പോൾ ഞാൻ പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയൊരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അവന് വെള്ളം കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് കണ്ടോ ഞാൻ എത്ര അടുത്ത് ഇരുന്നിട്ടാണ് കൊടുക്കുന്ന നോക്കി. സാധാരണഗതിയിൽ ഇതേപോലുള്ള ജീവികളൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാറാണ് പതിവ്. അപ്പോൾ ഇവൻ അത്രയും എടുത്തിരുന്നിട്ട് പോലും ഒരു പേടിയില്ലാതെ നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഒരു വട്ടം നമ്മുടെ നിന്ന് ദാഹമൊക്കെ മാറ്റി പോയ ആളാണ്. വീണ്ടും ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ആൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കപ്പിൽ വെള്ളമൊക്കെ എടുത്ത് ഇതേപോലെ നിന്നപ്പോൾ ഓടി ചാടി അവൻ നമ്മുടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ. നമ്മുടെ വീട്ടു പരിസരങ്ങളിലായിട്ട് ഇതേപോലെ ഒരുപാട് മിണ്ടാപ്രാണികൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കിട്ടാതെ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടു പരിസരത്ത് അവർക്ക് കുടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ഹൈറ്റുള്ള പാത്രത്തിൽ നമ്മൾ വെള്ളമാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്താൻ അത് വലിയൊരു കാരണമാവും കേട്ടോ.